നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, പലപ്പോഴും പല വീഡിയോയുടെ താഴത്തും പല ആൾക്കാരും കമൻറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു. ഇങ്ങനെ 1:2 റിസ്ക് റിവാർഡ് എടുത്തുകൊണ്ടിരുന്നാൽ നമ്മൾ എങ്ങനെ പ്രോഫിറ്റബിൾ ആകും, ചാർജസും കൊടുത്തിട്ട് കാര്യമായ ലാഭമൊന്നും കിട്ടില്ല എന്നാണ് പലരുടെയും അഭിപ്രായം. ഒരു പരിധിവരെ അത് ശരിയാണെങ്കിലും പൂർണ്ണമായ അർത്ഥത്തിൽ ഇല്ലെങ്കിൽ നമ്മൾ വലിയൊരു ട്രേഡറായി വളരുമ്പോൾ ആ പറയുന്നതിൽ യാതൊരുവിധ അർത്ഥവും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ മാറുന്നുണ്ട്. എന്നാൽ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഇവരൊക്കെ പറയുന്നത് ശരിയുമാണ്. എന്തുകൊണ്ടാണ് ഒരു ഘട്ടത്തിൽ അത് ശരിയാകുന്നത്, എന്നാൽ പിന്നീട് നമ്മൾ വളരുന്നതിനനുസരിച്ച് ഈ ചാർജസിന് യാതൊരുവിധ പ്രസക്തിയും വരാതെ പോകുന്നത് എന്തുകൊണ്ടാണ് മുതലായ കാര്യങ്ങൾ ഈ ഒരു വീഡിയോയോടുകൂടി ഈ പറയുന്ന എല്ലാവർക്കും തന്നെ വ്യക്തമായി മനസ്സിലാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു ചാർജസിനെ പറ്റിയുള്ള പഠനത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ONGCയുടെ ഷെയറിൻ്റെ ചാർജ് വെച്ചിട്ടുള്ളൊരു കാൽക്കുലേഷനാണ്. നമ്മൾ ഇന്നത്തെ ലാസ്റ്റ് ഡേയിലെ ചാർട്ടിൽ നമ്മളിവിടെ എൻട്രി എടുക്കുകയാണെങ്കിൽ പ്രീവിയസ് ഡേ ഹൈയിൽ മാർക്കറ്റ് വന്ന് റെസിസ്റ്റൻസ് എടുത്തു. ഈ റെഡ് ക്യാൻഡിലിനെ മുകളിലേക്ക് റിവേഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ എൻട്രി എടുക്കുന്നു. നമ്മൾ എൻട്രി എടുക്കുമ്പോഴൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് ടൈം 0.5% സ്റ്റോപ്പ് ലോസും 1% ടാർഗറ്റും വെച്ചിട്ടാണ് നമ്മൾ എൻട്രി എടുക്കാറുള്ളത്. അങ്ങനെ നമ്മൾ സാധാരണഗതിയിൽ 1:2 അങ്ങനെ മാത്രം എടുത്തുകൊണ്ടിരുന്നാൽ എന്തായിരിക്കും നമുക്ക് ചാർജസ് ആയിട്ട് കൊടുക്കേണ്ടി വരുന്നത്, അതിൽ നിന്ന് നമുക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ടാകും മുതലായ കാര്യങ്ങൾ വ്യത്യസ്ത ക്വാണ്ടിറ്റിയിൽ ചെക്ക് ചെയ്തുകൊണ്ട് നമുക്കിതിനെ വിശദമായി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇവിടെ നമ്മൾ എൻട്രി എടുത്തേക്കുന്നത് 259 രൂപ 80 പൈസയിലാണ്. നമുക്ക് ബ്രോക്കറേജ് കാൽക്കുലേറ്ററിലേക്ക് ഒന്ന് പോകാം. 259 രൂപ 80 പൈസയിൽ നമ്മൾ എൻട്രി എടുത്തു. 1% പ്രോഫിറ്റ് നമ്മൾ എടുക്കുന്നു. അതായത് 1:2 എന്ന് പറയുന്നത് 1% ആണ് എങ്കിൽ നമ്മൾ 262 രൂപ 40 പൈസയിലാണ് എക്സിറ്റ് എടുക്കുന്നത്. 54 ക്വാണ്ടിറ്റി, ഈ 54 ക്വാണ്ടിറ്റി നമ്മൾ വെറുതെ വെച്ചതല്ല, നമ്മൾ ആ ഒരു സെറ്റിങ്സും കൂടെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇത് ഫയേഴ്സിൻ്റെ യൂസർ സെറ്റിങ്സ് ആണ്. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓർഡർ വിൻഡോ ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഓർഡർ വിൻഡോയിൽ നമുക്ക് വേണ്ട ഡിഫോൾട്ട് സെറ്റിങ്സുകൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. പൊസിഷൻ സൈസിങ് നമ്മൾ ഓട്ടോമാറ്റിക്കലി 50%ലേക്ക് വെച്ചിട്ടുണ്ട്. ഇവിടെ 50% വെച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അക്കൗണ്ടിൽ സപ്പോസ് 10,000 രൂപ ഉണ്ടെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ 50%, അതായത് 5,000 രൂപ. ഈ 5,000 രൂപയ്ക്ക് 5x ലിവറേജിൽ പർട്ടിക്കുലർ സ്റ്റോക്ക് എത്ര ക്വാണ്ടിറ്റി എടുക്കാൻ പറ്റും, ആ ക്വാണ്ടിറ്റി ഓട്ടോമാറ്റിക്കലി നമ്മൾ ഓർഡർ വിൻഡോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വന്നോളും. അത് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. 262 രൂപയാണ് പ്രൈസ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മളിവിടെ ബൈക്ക് വേണ്ടി ക്ലിക്ക് ചെയ്താൽ 54 ക്വാണ്ടിറ്റി ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. ഈ 54 ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ആകെ തുക 5,774 അതിൻ്റെ പകുതി, അതായത് 2,837 രൂപയ്ക്ക് നമുക്ക് വാങ്ങിക്കാൻ 54 ക്വാണ്ടിറ്റി വാങ്ങിക്കാൻ സാധിക്കും. അത് ഓട്ടോമാറ്റിക്കലി കയറി വരുന്നതാണ്. അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് വെച്ചിട്ടാണ് നമ്മൾ ട്രേഡ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 54 ക്വാണ്ടിറ്റി നമ്മൾ എടുത്താൽ നമുക്ക് 259 രൂപ 80 പൈസയ്ക്ക് വാങ്ങിച്ചു, 262 രൂപ 40 പൈസയ്ക്ക് വിറ്റു, 54 ക്വാണ്ടിറ്റി. ടോട്ടൽ ടേൺ ഓവർ വരുന്നത് 28,000 രൂപ. നമ്മുടെ ബ്രോക്കറേജ് പോകുന്നത് 8 രൂപ 46 പൈസ. ആകെ ടോട്ടൽ ടാക്സ് ആൻഡ് ചാർജസ് നമ്മൾ കൊടുക്കുന്നത് 15 രൂപയാണ്. ഇവിടെ പോയിൻറ്റ്സ് ടു ബ്രേക്ക് ഈവൻ നമ്മൾ എടുത്ത ഷെയറിൽ 28 പൈസ നീങ്ങിയാൽ നമുക്ക് ബ്രേക്ക് ഈവൻ ആകും. നമ്മുടെ പ്രോഫിറ്റ് വരുന്നത് 125 രൂപ 36 പൈസ. ചാർജസ് എല്ലാം 15 രൂപ പോകും. അത് ഏകദേശം നമുക്ക് കിട്ടിയ പ്രോഫിറ്റിൻ്റെ 12%. ഇതിൻ്റെ ഒരു കാൽക്കുലേഷനും കൂടെ നമുക്കൊന്ന് എക്സലിൽ നോക്കിയിട്ട് വരാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം 54 ക്വാണ്ടിറ്റി, ബൈ ചെയ്ത വില ഇതാണ്. അപ്പോൾ ടോട്ടൽ ചാർജ് നമ്മൾ കൊടുത്തേക്കുന്നത് 15 രൂപയാണ്. മനസ്സിലാക്കുക, ഒരു ദിവസം ഒരു ട്രേഡ് മാത്രം എടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ചാർജസ് എന്തായാലും നമുക്കറിയാം. ഒരു എൻട്രി എടുക്കണമെങ്കിൽ നമ്മൾ ചാർജസ് കൊടുത്തേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ കൂടുതൽ പ്രാധാന്യമൊന്നും കൊടുക്കേണ്ട ഒരു പോയിൻ്റായിട്ട് എനിക്കിപ്പോഴും തോന്നുന്നില്ല.
മൾട്ടിപ്പിൾ ട്രേഡ് എടുക്കുമ്പോഴാണ് ഈ ചാർജസ് വളരെയധികം കൂടി. ഇനി ഒരു ദിവസം ഒരാൾ 10 ട്രേഡ് എടുത്തുവെങ്കിൽ 150 രൂപ കൊടുക്കേണ്ടി വരും. നമുക്ക് പ്രോഫിറ്റാണോ ലോസാണോ എന്നതൊന്നും പ്രശ്നമല്ല, ചാർജ് മാത്രം 150 രൂപയായി. ഒരു ട്രേഡ് എടുക്കുന്നുള്ളെങ്കിൽ അത് കൊടുത്തല്ലേ പറ്റൂ. സോ 15 രൂപ ഒരു ദിവസം എന്തായാലും ചിലവ് വരും. 20 ദിവസവും നമ്മൾ ട്രേഡ് ചെയ്യുകയാണ് ഒരു മാസമെങ്കിൽ മൊത്തം നമുക്ക് കൊടുക്കേണ്ടി വരുന്ന മന്ത്ലി ചാർജ് 300 രൂപയാണ്. നമ്മുടെ പ്രോഫിറ്റ് നമ്മൾ കണ്ടു, 125 രൂപ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. 125 രൂപ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ലോസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ എത്രയാണ്? 1:2 എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതി നമ്മൾ എന്തായാലും ലോസ് കൊടുക്കും. 62 രൂപ നമ്മൾ ലോസ് എടുക്കുമ്പോൾ കൊടുക്കും. ടോട്ടൽ പ്രോഫിറ്റായിട്ട് നമ്മളിവിടെ കണക്ക് കൂട്ടിയിട്ടുള്ളത് 40% ആണ്. നമ്മൾ ചെയ്യുന്ന ടോട്ടൽ ട്രേഡിൻ്റെ 20 ട്രേഡിൻ്റെ 40% മാത്രം നമ്മൾ വിൻ ചെയ്യുന്നു. അങ്ങനെയാണ് 125 രൂപ വിൻ ചെയ്യുമ്പോൾ കിട്ടുന്നത് വെച്ചിട്ട് 40% എന്ന് പറയുന്നത് ടോട്ടലി 1000 രൂപയാണ് നമുക്കൊരു മാസം പ്രോഫിറ്റ് കിട്ടുന്നത്. ഇനി ലോസായിട്ട് നമ്മൾ കണക്ക് കൂട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാം, 60% ട്രേഡ് ലോസിൽ പോവുകയാണ്. അപ്പോൾ 62 രൂപ വെച്ചിട്ട് 60% ട്രേഡുകളിലായിട്ട് ടോട്ടൽ ലോസ് വരുന്നത് 744 രൂപയാണ്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 256 രൂപയാണ്. ഇതിനകത്തുനിന്ന് 300 രൂപ നമ്മുടെ മന്ത്ലി ചാർജസും കൂടെ കുറയ്ക്കണം. അപ്പോൾ നെറ്റ് നമുക്ക് കിട്ടുന്നത് ലോസ് ആയിരിക്കും, അത് 44 രൂപയാണ്. ഓക്കെ, അതായത് 1:2 റിസ്ക് റിവാർഡ് മാത്രം എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളുടെ അക്കൗണ്ട് സൈസ് എന്ന് പറയുന്നത് 6000 രൂപയേ ഉള്ളൂ എങ്കിൽ അയാൾക്ക് 1:2 വെച്ചിട്ട് 40% വിൻ റേഷ്യോയെ കിട്ടുന്നുള്ളൂ എങ്കിൽ അയാൾ ലോസിലായിരിക്കും ചാർജ് കൊടുത്തു കഴിഞ്ഞ് മന്ത് അവസാനിപ്പിക്കുന്നത്. നേരെ മറിച്ച് 1:3, 4 അതുപോലെ ഹയർ റിസ്ക് റിവാർഡ് അയാൾക്ക് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ അയാൾ പ്രോഫിറ്റിലേക്ക് വരുള്ളൂ. പക്ഷേ നമ്മളിവിടെ 1:2ൻ്റെ കണക്ക് മാത്രമേ പരിശോധിക്കുന്നുള്ളൂ. കാരണം നമ്മൾ 200 ഡേയ്സ് അല്ലെങ്കിൽ 300 ഡേയ്സ് ഒരേ ഒരു സ്ട്രാറ്റജി ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒരു സ്ട്രാറ്റജി നമുക്ക് ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, വിജയിപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ നമ്മൾ തിരിച്ചറിയണമെങ്കിൽ തന്നെ 100-200 ദിവസം നമ്മൾ ആ സ്ട്രാറ്റജി വെച്ച് തന്നെ ട്രേഡ് എടുക്കുകയും ആ സ്ട്രാറ്റജി മിനിമം ഒരു 40% വിൻ റേഷ്യോ തരികയും ഒക്കെ വേണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ 200 ദിവസമോ 300 ദിവസമോ ഒരേ സ്ട്രാറ്റജി തന്നെ നമ്മൾ വർക്ക് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് ഒരു മാസം കിട്ടിയത് 1:2 വെച്ച് അക്കൗണ്ട് സൈസ് 6000 ഉള്ളൂ എങ്കിൽ നെറ്റ് ലോസാണ്. ഇനി അക്കൗണ്ട് സൈസ് ഇവിടെ നമ്മൾ കൂട്ടുന്നു, 10 ഇരട്ടിയാക്കുന്നു. അപ്പോൾ 60,000 അക്കൗണ്ട് സൈസ് ഉള്ളപ്പോൾ 30,000ൻ്റെ ഓർഡർ നമുക്ക് എടുക്കാൻ പറ്റും. 30,000ൻ്റെ ഓർഡർ എന്ന് പറയുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയും ഇതുപോലെ തന്നെ ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. 540 ക്വാണ്ടിറ്റി. 540 ക്വാണ്ടിറ്റിയിലേക്ക് വരുമ്പോൾ നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് 1307 രൂപയിലേക്ക് വരും. ഇവിടെ നമ്മൾ ഇതേപോലെ തന്നെ 40% വിൻ റേഷ്യോയെ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ മന്ത്ലി നോക്കുമ്പോൾ 10,450 പ്രോഫിറ്റ്, ലോസ് നോക്കുമ്പോൾ 60% ടൈം നമുക്ക് ലോസാണ് കിട്ടുന്നതെന്ന് കണക്കൂട്ടിയാൽ 7,000 ലോസ് വരും. നെറ്റ് പ്രോഫിറ്റ് 2,620 വരും. അപ്പോൾ ആഫ്റ്റർ ചാർജ് എല്ലാം കൊടുത്തിട്ട് ചാർജ് എല്ലാം കൂടെ നമുക്ക് ഒരു മാസത്തേക്ക് 1,940 വന്നിട്ടുണ്ട്. അതും കഴിച്ചിട്ട് 680 രൂപ നമുക്ക് നെറ്റ് ആഫ്റ്റർ ചാർജ് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് കണ്ടു പ്രോഫിറ്റ് 1307 ആണ്. അത് നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. നമ്മൾ പറഞ്ഞു 540 ക്വാണ്ടിറ്റി ആകുമ്പോൾ പ്രോഫിറ്റ് 1307 ആയിട്ട് വരും. ഇവിടെ നമുക്ക് കാണാം പ്രോഫിറ്റ് 1307 ആണ്. ഇപ്പോൾ ഇവിടെ ബ്രേക്ക് ഈവൻ, പോയിൻറ്റ്സ് ടു ബ്രേക്ക് ഈവൻ വരുന്ന 18 പൈസ കൊടുത്താൽ മതി. നേരത്തെ നമുക്ക് 24 പൈസ കൊടുക്കണമായിരുന്നു. അപ്പോൾ പെർസെൻറ്റേജ് വൈസ് ഇതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് ചാർജസ് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ മൊത്തം ചാർജസ് ആയിട്ട് 96 രൂപ നമ്മൾ കൊടുക്കുന്നു. ഇനി അടുത്ത സ്റ്റെപ്പ്, നമ്മുടെ അക്കൗണ്ട് സൈസ് വീണ്ടും കൂടുന്നു. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് നമുക്ക് കിട്ടിയത് ഒരു മാസത്തെ ROI എന്ന് പറയുന്നത് 2.26% കിട്ടിയിട്ടുള്ളൂ. ഇനി അക്കൗണ്ട് സൈസ് കൂടുമ്പോൾ 1,20,000 ആകുമ്പോൾ പ്രോഫിറ്റ് വരുന്നത് 2,660 ഒരു ട്രേഡിൽ. ലോസ് വരുമ്പോൾ അത് 1,300 ആകുന്നു. അപ്പോൾ നെറ്റ് നോക്കിയാൽ പ്രോഫിറ്റ് ടോട്ടൽ 21,000 മൈനസ് ടോട്ടൽ ലോസ് 15,000 പോയിട്ട് 5,320 ബിഫോർ ചാർജും ആഫ്റ്റർ ചാർജ് 2,380 രൂപ പ്രോഫിറ്റ് കിട്ടുന്നു. അതായത് മന്ത്ലി ROI സെയിം നമ്പർ ഓഫ് ട്രേഡ്, സെയിം വിൻ റേഷ്യോയിൽ, സെയിം റിസ്ക് റിവാർഡിൽ നമ്മളുടെ ROI അവിടെ കൂടി 3.9% മാറി. ഇനി അക്കൗണ്ട് സൈസ് 2,40,000 ആയി മാറുമ്പോൾ ക്വാണ്ടിറ്റി 2,160 ആയി.
പ്രോഫിറ്റ് സൈസ് എന്ന് പറയുന്നത് സിംഗിൾ ട്രേഡ് പ്രോഫിറ്റ് 5367 ആയി, ലോസ് വരുന്നത് 2000 ആയി. അപ്പോൾ ടോട്ടൽ 40% വിൻ റേഷ്യോ ഒരു മാസം കിട്ടുന്നുള്ളൂ എന്ന് കണക്കൂട്ടിയാൽ 42,936 പ്രോഫിറ്റ് കിട്ടി. 60% ലോസ് സംഭവിച്ചാൽ 32,196 രൂപ ലോസ് സംഭവിച്ചു. അപ്പോൾ നെറ്റ് P&L ബിഫോർ ചാർജസ് 10,740, മന്ത്ലി വരുന്ന 5000-നടുത്തുള്ള ചാർജും കുറച്ചിട്ട് നെറ്റ് 5,780 രൂപ 5,780 രൂപ പ്രോഫിറ്റും വന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ മന്ത്ലി ROI എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി, അതായത് സെയിം റിസ്ക് റിവാർഡ്, സെയിം വിൻ റേഷ്യോ, സെയിം നമ്പർ ഓഫ് ട്രേഡിൽ 4.8 ആയിട്ട് കൂടി. ഇനി അങ്ങോട്ട് നമ്മുടെ അക്കൗണ്ട് സൈസ് കൂടുന്നതിനനുസരിച്ച് ROI കൂടിക്കൊണ്ടിരിക്കും. ഒപ്പം തന്നെ 1:2 എന്നുള്ള സ്ഥാനത്ത് 1:3ഉം 4ഉം ഒക്കെ എടുക്കുന്ന സമയത്തും നിങ്ങളുടെ ROI കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ കൊടുക്കേണ്ടുന്ന ചാർജ് എത്രയാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം 248ആണ്. 2160 ക്വാണ്ടിറ്റിയാണ്. നമുക്കതൊന്ന് എടുത്ത് നോക്കാം. 2160 ക്വാണ്ടിറ്റി 2160 ക്വാണ്ടിറ്റി എടുത്തപ്പോൾ നമ്മൾ കൊടുത്ത ചാർജ് 248 രൂപ. അതായത് പോയിൻറ്റ്സ് ടു ബ്രേക്ക് ഈവൻ എന്ന് പറയുന്നത് 0.12 12 പൈസയേ ഉള്ളൂ. അതായത് ഈ 5367 രൂപ കിട്ടിയപ്പോൾ നമ്മൾ ചാർജ് കൊടുക്കുന്നത് 248 രൂപയാണ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ പ്രോഫിറ്റിൻ്റെ ഏകദേശം 2%ഓളമേ വരുന്നുള്ളൂ. എനിക്കൊരു ഡൗട്ടുണ്ട്, 2 or 4 അതിൽ കൂടുതൽ ഇവിടെ വരുന്നില്ല. നമ്മൾ ഫസ്റ്റ് ടൈം അതായത് 54 ക്വാണ്ടിറ്റി എടുത്തപ്പോൾ നമ്മൾ കൊടുത്ത ചാർജ് എന്ന് പറയുന്നത് കുറച്ച് ഹയർ ചാർജാണ്. ഇവിടെ വന്നപ്പോൾ ചാർജ് 4% ആയിട്ട് കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ 4% ആയിട്ട് കുറഞ്ഞു മീൻസ് നമ്മളുടെ ROI അത്രമാത്രം 1% കൂടി ഇതിനേക്കാൾ കൂടിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പോകും തോറും അത് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ്, അതായത് അക്കൗണ്ട് ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന ചാർജ്, പെർസെൻറ്റേജ് ഓഫ് ചാർജ് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. സോ ദാറ്റ് ഒരു ദിവസം ഒരു ട്രേഡ് എടുക്കുക എന്നത് മിനിമം, എന്നാലല്ലേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ട്രേഡ് എടുക്കാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. ഒപ്പം തന്നെ ആ ട്രേഡ് എടുക്കണമെങ്കിൽ ഒരു ചാർജ് കൊടുക്കേണ്ടതുണ്ട്, അത് കൊടുക്കാതിരിക്കാനും നമുക്ക് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, നമുക്ക് എല്ലാവർക്കും തോൽവി സംഭവിക്കുന്നത് മൾട്ടിപ്പിൾ ട്രേഡ് എടുക്കുമ്പോഴാണ്. കാരണം ചാർജസ് നമ്മൾ കൊടുക്കുന്നത് തന്നെ ഒരുപക്ഷെ നമുക്ക് കിട്ടുന്ന പല ദിവസത്തെ പ്രോഫിറ്റിനേക്കാളും വളരെ കൂടുതലായിരിക്കും. അതാണ് മൾട്ടിപ്പിൾ ട്രേഡ് എടുക്കുമ്പോഴുള്ള കുഴപ്പം. ഇപ്പം 100 ദിവസം നിങ്ങൾ 100 ട്രേഡേ എടുക്കുന്നുള്ളൂ എങ്കിൽ ബൈ ഡിഫോൾട്ട് നിങ്ങൾ പ്രോഫിറ്റബിൾ ആകാനുള്ള സാധ്യത കൂടുകയാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് 40% വിൻ റേഷ്യോ കിട്ടുന്നതാണ് നമ്മൾ കണക്കൂട്ടിയത്. ഇതുവരെ നമ്മൾ നമ്പർ ഓഫ് ട്രേഡ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഡേയ്സ് ട്രേഡ് ചെയ്തത് 124 ദിവസമാണ്. 40% വിൻ റേഷ്യോ ബൈ ഡിഫോൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി 1:2 റിസ്ക് റിവാർഡാണ് നമ്മൾ മോസ്റ്റ് ഓഫ് ദി ഡേ ഇവിടെ എടുത്തേക്കുന്നത്. എന്നിരുന്നാൽ ആക്ച്വലി മാർക്കറ്റ് പോകുന്നത് 1:5ഉം 6ഉം 3ഉം ഒക്കെ പോകുന്നുണ്ട്. ഇതൊന്നും നമ്മൾ എടുത്തിട്ടില്ല. അതൊന്നും എടുക്കാതെ തന്നെയാണ് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ മാസം ജസ്റ്റ് ബ്രേക്ക് ഈവൻ ആണ്, അതിൻ്റെ മുമ്പത്തെ മാസം ജസ്റ്റ് പോസിറ്റീവാണ്. എന്നിരുന്നാൽ പോലും ചാർജസ് ഒക്കെ കയറി വന്നിട്ട് നമുക്കറിയാം ഈ മാസം നമുക്ക് ഒന്നും കിട്ടുന്നില്ല. പക്ഷേ ഇതിന് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. നമ്മളിവിടെ സ്ട്രാറ്റജി ടെസ്റ്റ് ചെയ്യുന്നു, ഒപ്പം തന്നെ നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നു. ലോസ് വരുത്തുന്നില്ല മീൻസ് നമുക്ക് ട്രേഡിങ്ങിൽ മുന്നോട്ട് പോകാനാവും, വിജയിക്കാൻ പറ്റും എന്നത് നമ്മൾ സ്വയം പ്രൂവ് ചെയ്തെടുക്കുകയാണ്. നമ്മളിത് പ്രൂവ് ചെയ്ത് കഴിയപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അക്കൗണ്ട് സൈസ് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ നമ്മൾ ഈ അക്കൗണ്ട് സൈസ് കൂടി വരുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി നമുക്ക് പ്രോഫിറ്റബിലിറ്റി കൂടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ തന്നെയാണ് എല്ലാ ട്രേഡർമാരും, അതായത് 2-3 വർഷമെങ്കിലും മിനിമം ചുരുങ്ങിയത് ഒരു ട്രേഡർ ഒരു സ്ട്രാറ്റജി ടെസ്റ്റ് ചെയ്ത് വിജയിച്ച് അയാൾക്ക് വിജയിക്കാൻ പറ്റും എന്ന ബോധ്യത്തിലേക്ക് അയാൾ എത്താൻ തന്നെ എടുക്കുന്ന സമയം ഒരു 3 കൊല്ലം എടുക്കും. ആ സമയത്തിനുള്ളിലാണ് പല ആൾക്കാരും ലക്ഷങ്ങൾ ബ്രോക്കറേജായിട്ടും ലോസായിട്ടും ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. ഇനി അതിന് ശേഷമാണ് സ്ട്രാറ്റജി അല്ല പ്രോഫിറ്റ് ഉണ്ടാക്കി തരുന്നത്, മറിച്ച് റിസ്ക് റിവാർഡ്, ഒപ്പം തന്നെ ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്, മണി മാനേജ്മെൻറ്റ്, ഇതിലൊക്കെയാണ് പ്രോബബിലിറ്റിയുടെ മാത്തമാറ്റിക്സ്. ഇതെല്ലാം കൂടെ പഠിച്ച് മനസ്സിലാക്കുമ്പോഴാണ് ആക്ച്വലി ഷെയർ ട്രേഡിങ്ങിൽ നമ്മൾ വിജയിക്കുന്നത്. അല്ലാതെ
ഒരു സ്ട്രാറ്റജി കൊണ്ട് മാത്രം വിജയിക്കാൻ പറ്റില്ലെന്ന് ഒരു ട്രേഡർ തിരിച്ചറിയാനെടുക്കുന്ന സമയമാണ് ഈ 3 വർഷത്തോളം കാലം. അതിനുശേഷം മാത്രമേ ഏതൊരു വിജയിച്ച ട്രേഡർമാരും ആക്ച്വലി പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുള്ളൂ. പ്രോഫിറ്റ് അവർ ഉണ്ടാക്കി തുടങ്ങുമ്പോഴും ചെറിയ രീതിയിലുള്ള പ്രോഫിറ്റുകളായിരിക്കും ഇതുപോലെ ഓരോരുത്തരും ഉണ്ടാക്കി തുടങ്ങുക. അത് പോകെ പോകെ അക്കൗണ്ട് വളരുന്നതിനനുസരിച്ച് പ്രോഫിറ്റ് കൂടിക്കൊണ്ടിരിക്കും. ഇവിടെ നമ്മൾ ഒരു ട്രേഡ് എടുത്തപ്പോൾ ആദ്യം 135 രൂപയിൽ തുടങ്ങിയത് അക്കൗണ്ട് സൈസ് 1,20,000 ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ട്രേഡിൻ്റെ ലാഭം 2,60,000 ആകുന്നത് നമ്മൾ കണ്ടു. അത് 2,40,000 ആകുമ്പോൾ 5,000 ആയിട്ട് കൂടുന്നത് നമ്മൾ കണ്ടു. 5,000 രൂപ ഇന്ന് പലർക്കും ഒരു മാസം ജീവിക്കാൻ ആവശ്യമായ അല്ലെങ്കിൽ കിട്ടുന്ന ശമ്പളമാണെങ്കിൽ അടുത്ത ലെവലിലേക്ക്, അതായത് 2,40,000 എന്നുള്ളത് 5,00,000-ലേക്കോ 4,80,000-ലേക്കോ അക്കൗണ്ട് സൈസ് വർദ്ധിക്കുന്ന ഒരാൾക്ക് 10,000 രൂപ ഒരു ദിവസത്തെ ട്രേഡിൽ പ്രോഫിറ്റ് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ അക്കൗണ്ട് വളർന്നു വരുന്നതിനും മാനസികമായി ഒരു ട്രേഡർ വളർന്നു വരുന്നതിനും ആവശ്യമായ സമയമുണ്ട്. ആ സമയം നമ്മൾ കൊടുത്താൽ മാത്രമേ ഇവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുകയുള്ളൂ. ഒരു ദിവസം കൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കില്ല. ക്ഷമയോടുകൂടി നിരന്തരം ട്രേഡ് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾ, അത് ഒരേ സ്ട്രാറ്റജി തന്നെ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാൾ, ഒപ്പം തന്നെ റിസ്ക് റിവാർഡിൽ മാറ്റം വരുത്താതെ, അതല്ല എങ്കിൽ മാർക്കറ്റിനെ കണ്ട് പൂർണ്ണമായി ബോധ്യപ്പെട്ട് മാർക്കറ്റിനനുസരിച്ച് ഉൾക്കൊണ്ട് ലോസ് സംഭവിക്കുമ്പോൾ മാനസികമായ സമ്മർദ്ദമില്ലാതെയും പ്രോഫിറ്റ് കിട്ടുമ്പോൾ അമിതാവേശം കാണിക്കാതെയും മനസ്സിനെ പാകപ്പെടുത്തി ഡിസിപ്ലിനായിട്ട് ട്രേഡ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് മാത്രമേ ലോങ് റണ്ണിൽ വിജയിക്കാനാവത്തുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ എടുക്കേണ്ടുന്ന റിസ്ക് റിവാർഡ് എന്താണ്, എടുക്കേണ്ടുന്ന വിൻ പ്രോബബിലിറ്റി എന്താണ്, ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യണം, ചാർജസിൽ ഇത്ര ആശങ്കപ്പെടേണ്ടതുണ്ടോ മുതലായ രീതിയിലുള്ള മനസ്സിലുള്ള എല്ലാ ആശങ്കകളും മാറി വിജയകരമായി ഒരാൾ ചെയ്തു തുടങ്ങുമ്പോൾ പതിയെ വർഷങ്ങൾ കൊണ്ട് 10 കൊല്ലം കൊണ്ട് ജീവിതത്തിൽ നമുക്ക് സ്വപ്നം കാണാൻ സാധിക്കുന്നതിനപ്പുറമുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നൊരു മേഖലയാണ് ഷെയർ ട്രേഡിംഗ് എന്ന് ധാരാളം ട്രേഡർമാർ ഇന്ത്യക്കകത്തും പുറത്തുമുള്ളവർ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എത്തണമെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് വ്യത്യസ്തമായ ഒരു പാതയല്ല. അവരൊക്കെ കടന്നുപോയ അതേ മാർഗങ്ങളിലൂടെ കടന്നുപോയി പരുവപ്പെട്ട് രൂപാന്തരപ്പെട്ട് നമ്മളങ്ങോട്ട് എത്തേണ്ടതാണ്. ക്ഷമയാണ് വേണ്ടത്. കാത്തിരിക്കാനുള്ള മനസ്സുണ്ടാകണം. മാത്തമാറ്റിക്സിൽ വിശ്വാസം വേണം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലെ കൃത്യമായ ബോധ്യം നമുക്കുണ്ടാവണം. ഇതിനൊക്കെ നമ്മൾ കൊടുക്കേണ്ട കുറേ സമയങ്ങളുണ്ട്. ആ സമയം കൊടുത്തുകൊണ്ട് വ്യക്തമായി പഠിച്ചുകൊണ്ട് നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും വിജയിക്കാൻ ആവുന്നതാണ്. നിങ്ങളെ ഒരു സ്ട്രാറ്റജിയും പഠിപ്പിക്കുക എന്നതല്ല എൻ്റെ ഉദ്ദേശം. നിങ്ങൾ ട്രേഡ് ചെയ്യണോ, ട്രേഡ് ചെയ്യണ്ടയോ, ട്രേഡ് ചെയ്താൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും എന്ന് നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയല്ല എൻ്റെ ഉദ്ദേശം. നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരിക എന്നത് മാത്രമാണ് എൻ്റെ ഉദ്ദേശം. നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുമോ ഇല്ലയോ അത് നിങ്ങൾ ഓരോരുത്തരുടെയും മാനസികാവസ്ഥയ്ക്കും കഴിവിനും അനുസരിച്ച് വ്യത്യാസപ്പെടുന്നുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ കണക്കുകളും പഠിക്കാൻ ആവശ്യമായ കാര്യങ്ങളുമാണ് നമ്മൾ ഈ ചാനലിലൂടെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കിത് പ്രയോജനപ്പെടുന്നുണ്ട് എന്ന വിശ്വാസത്തിൽ ആണ് നമ്മളുള്ളത്. ഇനിയും തുടർന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തി ചോദിക്കാവുന്നതാണ്. ഒപ്പം തന്നെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സംശയങ്ങൾ വീണ്ടും കമൻറ്റായിട്ട് ചോദിക്കുക. മറ്റൊരു വീഡിയോയായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.